ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കത്തിയോ കത്രികയോ ഒന്നും തന്നെ ഇല്ലാതെ എത്ര കിലോ മീനും മിനിറ്റുകൾക്കുള്ളിൽ ചെതുമ്പൽ തെറിക്കാതെ ക്ലീൻ ആക്കി എടുക്കാനും അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു ടിപ്സുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലത്ത് നമ്മൾ എവിടെയെങ്കിലും മറന്നു വെച്ച് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടമാകുന്ന ഒരു സാധനമാണ് കുട. തിരക്കുള്ള ബസ്സിലൊക്കെ നനഞ്ഞ കുടയുമായി നമ്മൾ പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് ശല്യമാകാതിരിക്കാനായി എവിടെയെങ്കിലും ഒന്ന് വെക്കും. പിന്നീട് സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മൾ കൈയും വീശി ഇറങ്ങിപ്പോരും. കുട അവിടെ തന്നെ ഇരിക്കും. ഇങ്ങനെ പലതവണ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് കഴിവതും കുട നമ്മുടെ കയ്യിൽ നിന്നും താഴെ വയ്ക്കാതിരിക്കുക. അത് മാത്രമാണ് ഒരേ ഒരു മാർഗം. നനഞ്ഞ കുട അങ്ങനെ എപ്പോഴും കയ്യിൽ വയ്ക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു സൂത്രം ചെയ്താൽ മതി. നനഞ്ഞ കുടയുടെ കമ്പിയെല്ലാം ചേർത്ത് വെച്ച് അതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. കമ്പി കുടയുടെ പിടിയോട് ചേർത്ത് വെച്ച് ചുറ്റിയെടുക്കാൻ മറക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുട വലിച്ചെടുക്കുമ്പോൾ കമ്പി ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുട ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. നനഞ്ഞ കുട നമുക്ക് ആ കവറിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ തൂക്കി പിടിക്കാം. അതല്ലെങ്കിൽ ഇത് ചുരുട്ടി നമ്മുടെ ബാഗിനുള്ളിലേക്ക് വെച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നനഞ്ഞ കുട മൂലം മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവുകയില്ല. നമ്മുടെ കുട മറന്ന് നഷ്ടപ്പെടുകയുമില്ല. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയാലോ ഹോസ്പിറ്റലിൽ പോയാലോ അവിടെ ഒന്നും നനഞ്ഞ കുട അകത്തേക്ക് കയറ്റില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത്തരം ഒരു ബാഗ് കയ്യിൽ കരുതുവാണെങ്കിൽ നനഞ്ഞ കുട നമുക്കതിലിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. പിന്നെ സ്കൂളിൽ കുട കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്തു കൊടുക്കാൻ അമ്മമാർ മറക്കണ്ട കേട്ടോ. ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പല്ലേ ഇത്. കംഫർട്ട് വെച്ചുള്ളതാണ് കേട്ടോ നമ്മുടെ അടുത്ത ടിപ്പ്. ഈ മഴക്കാലത്ത് നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളായ ഒരു ടിപ്പാണിത്. ഞാനിവിടെ 3 കംഫർട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് 3നും 3 സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ള മണത്തിലുള്ള ഒരു കംഫർട്ടാണ് ഇവിടെ ആവശ്യം. ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കംഫർട്ട് 1-2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ച നിറത്തിലുള്ള കംഫർട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. ഇനി ആ കുപ്പി അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇത് നമ്മുടെ സിങ്കിലും കൗണ്ടർ ടോപ്പിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇറച്ചിയും മീനുമൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിലുമൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറില്ലേ? പ്രത്യേകിച്ച് മഴക്കാലത്താണെങ്കിൽ നോക്കേ വേണ്ട. എത്ര വൃത്തിയായിട്ട് കഴുകിയാലും ആ ഉളുമ്പ് മണം പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കിട്ടില്ല. ഇറച്ചിയും മീനും കഴുകിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു തരി പോലും ഉളുമ്പ് മണം നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുകയില്ല. മാത്രമല്ല പാറ്റ, പല്ലി, ഉറുമ്പ് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ഒരു നല്ല മാർഗം കൂടിയാണിത്. ചിലർക്കൊക്കെ ഈ ടിപ്പ് അറിയായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. എത്ര ചെതുമ്പലുള്ള മീനായാലും ഇനി വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അതിന് കത്തിയോ കത്രികയോ ഒന്നും വേണ്ട. ഇതുപോലുള്ള ഒരു ബോട്ടിൽ മാത്രം മതി. ഇതുണ്ടെങ്കിൽ ഒട്ടും ചെതുമ്പൽ തെറിക്കാതെ നമുക്ക് ബെഡ്റൂമിൽ ഇരുന്ന് പോലും മീൻ ക്ലീൻ ചെയ്തെടുക്കാം. 1 കിലോ മത്തിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മത്തിക്ക് നല്ല ചെതുമ്പലുള്ളതാണെന്ന് അറിയാലോ. കിച്ചൺ സിങ്കിലൊക്കെ വെച്ച് മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണിത്. മത്തി പോലുള്ള കൂടുതൽ ചെതുമ്പലുള്ള മീനൊക്കെ നമ്മൾ കിച്ചൺ സിങ്കിൽ വെച്ച് കത്തിയും കത്രികയും ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ചെതുമ്പൽ 4 ഭാഗത്തേക്കും തെറിച്ച് വീഴും. എന്നാൽ ഈ ഒരു സൂത്രം ചെയ്താൽ ഒരൊറ്റ ചെതുമ്പൽ പോലും നമ്മുടെ കയ്യിലേക്ക് പോലും തെറിച്ച് വീഴില്ല. അത്രയ്ക്ക് സൂപ്പർ ടിപ്പാണിത്. ചിലരൊക്കെ മീൻ ക്ലീൻ ചെയ്യുമ്പോഴേക്കും അവരുടെ ദേഹം മുഴുവനും മീനിൻ്റെ വെള്ളവും ചെതുമ്പലും ഒക്കെ തെറിച്ച് നാശമാകും. അങ്ങനെയുള്ളവർക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ് കേട്ടോ ഈ വീഡിയോ. മീൻ ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു പരന്ന വലിയ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ചെതുമ്പൽ കളയാനായിട്ട് 2 ടിപ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ടിപ്പ് ഇതുപോലെ ഒരു ചിരട്ട വെച്ചാണ് നമ്മൾ മീനിൻ്റെ ചെതുമ്പൽ കളയുന്നത്. ക്ലീൻ ചെയ്യാനുള്ള മീനെടുത്ത് വെള്ളത്തിനോട് ചേർത്ത് പിടിച്ചതിന് ശേഷം ചിരട്ട കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഒരൊറ്റ ചെതുമ്പൽ പോലും ഇല്ലാതെ മീൻ നല്ല ക്ലീനായി കിട്ടും. മാത്രമല്ല ഒരു തരി ചെതുമ്പൽ പോലും പുറത്തേക്ക് തെറിക്കാതെ ചെതുമ്പലെല്ലാം ചിരട്ടയുടെ ഉള്ളിൽ തന്നെ പറ്റിപ്പിടിക്കും. കൈ മുറിയുമെന്ന് പേടിയില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് വരെ മീൻ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. ഇതുപോലെ ഒരു ജാമിൻ്റെ ബോട്ടിൽ കൊണ്ടാണ് അടുത്തായിട്ട് നമ്മൾ മീൻ ക്ലീൻ ചെയ്യുന്നത്. ഏത് ബോട്ടിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം കേട്ടോ. ജാമിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല. ബോട്ടിലിൻ്റെ ക്യാപ്പാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യം.
ബോട്ടിൽ ക്യാപ്പ് കൊണ്ട് മീനിൻ്റെ 2 വശത്തുള്ള ചെതുമ്പൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാം. കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോഴും ഒരു തരി ചെതുമ്പൽ പോലും തെറിക്കാതെ മീൻ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ നമുക്ക് പറ്റും. 1 കിലോ മീൻ വളരെ പെട്ടെന്ന് തന്നെ ചെതുമ്പലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കത്തിയും കത്രികയും ഒന്നും യൂസ് ചെയ്യാതെ ഇതിൻ്റെ തലയും വയറും ഒക്കെ കളയുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. മീൻ എടുത്തതിന് ശേഷം അതിൻ്റെ 2 ഭാഗത്തുള്ള ചെകിള പറിച്ച് കളയണം. പിന്നീട് വയറിൻ്റെ ഭാഗത്ത് പിടിച്ച് താഴോട്ട് ഇതുപോലെ ഒന്ന് വലിച്ചാൽ മതി. കുടലും വേസ്റ്റും ഒക്കെ നമ്മുടെ കൈകൊണ്ട് തന്നെ വലിച്ചു കളയാം. ചിലർക്ക് മീനിൻ്റെ തലയും വാലും ഒന്നും കളയാതെ കറി വയ്ക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒരു കത്രിക കൊണ്ട് മുറിച്ച് കളയുന്നുണ്ട്. മുഴുവൻ മീനും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അറിയാലോ, മത്തിക്കൊക്കെ നല്ല ഉളുമ്പ് മണം ഉള്ളതാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം. മീനിൻ്റെ ഉളുമ്പ് മണം മാറാനായിട്ട് ഉപ്പിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് മീനൊക്കെ കഴുകിയെടുക്കുന്നത്. ഉപ്പിന് പകരമായിട്ട് ഇതൊരു സ്പൂൺ ചേർത്ത് മീൻ കഴുകിയെടുത്താൽ മീനിൻ്റെ ഉളുമ്പ് മണം നിശേഷം മാറുകയും ചെയ്യും. മീൻ നല്ല വെള്ളി പോലെ തിളങ്ങുകയും ചെയ്യും. മീൻ കഴുകാനായിട്ട് 1 സ്പൂൺ മൈദയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മൈദയോ ഗോതമ്പ് പൊടിയോ നമുക്ക് ഇതിനായിട്ട് എടുക്കാം കേട്ടോ. 1 സ്പൂൺ മൈദ മീനിലേക്ക് ഇട്ടതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. മൈദ നന്നായിട്ട് മീനിലേക്ക് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. കണ്ടോ, നമ്മുടെ മീൻ നല്ല വെള്ളി പോലെ തിളങ്ങുന്നത്. മാത്രമല്ല ഒരു തരി സ്മെല്ല് പോലും ഇതിനില്ല കേട്ടോ. മത്തിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ സിങ്ക് മാത്രമല്ല വീട് മൊത്തം ഉളുമ്പനായിട്ടായിരിക്കും. ഇനി മത്തി വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. ഒരു ബാഡ് സ്മെല്ല് പോലും നമ്മുടെ കിച്ചണിലോ കിച്ചൺ സിങ്കിലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്